അപ്പം പരിശുദ്ധ അമ്മയിൽ നിന്ന് ആ 30-ാമത്തെ വയസ്സിൽ പരസ്യ ജീവിതത്തിന് ഇറങ്ങുമ്പോൾ അമ്മയെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകുന്നതിൽ മകന് ഒത്തിരിയേറെ ദുഃഖമുണ്ടായിരുന്നു. ആ 30 വർഷവും തൻ്റെ പിതാവിൻ്റെ അടുത്ത് നിന്ന്, ആ സ്വർഗത്തിൽ നിന്ന്, ആ വലിയൊരു മഹത്വത്തിൽ നിന്നും പിതാവിൻ്റെ ആ ഒരു എന്താ പറയുന്നത്, ആ യൂണിയനിൽ നിന്ന് ഭൂമിയിലേക്ക് വന്നപ്പോൾ അത് ക്രിസ്തുവിന് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു അല്ലേ. ദൈവമായിട്ട് മനുഷ്യൻ്റെ, അതായത് ഒരു താഴ്ന്ന പ്രകൃതി സ്വീകരിച്ചാ വരുന്നത് അല്ലേ. ദൈവമായിട്ടും ദൈവത്തോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ മനുഷ്യനായി താഴേക്ക് വരുവാണ്. അപ്പോൾ ആ മനുഷ്യനായി വന്നതിൽ ഈശോയ്ക്കൊരു ആ താഴ്ന്ന പ്രകൃതി സ്വീകരിച്ചാൽ ഒരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ആ ബുദ്ധിമുട്ടും വിഷമവും തൻ്റെ ജീവിതത്തിലെ ആ ദാരിദ്ര്യവും ഈജിപ്തിലേക്കുള്ള പലായനവും പൈസ കുറവുകളും ഒന്നും ഈശോയെ ബാധിച്ചില്ല. കാരണം പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധനായ യോസേപ്പ് പിതാവിൻ്റെയും സംരക്ഷണത്തിലായിരുന്നു ഈശോ അല്ലേ. ആ 30 വർഷക്കാലം പിതാവിൻ്റെ അടുത്തുനിന്ന് പോന്നെങ്കിലും ആ ദുഃഖം അത്ര തീവ്രമായിട്ട് ഈശോ അനുഭവിച്ചില്ല. എന്നാൽ 30-ാമത്തെ വയസ്സിൽ അമ്മയിൽ നിന്ന് വേർപിരിഞ്ഞ് ഈ ലോകത്തിൻ്റെ മാലിന്യത്തിലേക്ക് വിശുദ്ധനായ കുഞ്ഞാട് ഇറങ്ങിപ്പോയപ്പോഴും അതവന് വളരെ പെയിൻഫുൾ ആയിരുന്നു. എൻ്റെ ഈശോയ്ക്ക് അത് ഭയങ്കര പെയിൻഫുൾ ആയിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ അത്രയും സ്നേഹം നിറഞ്ഞ അമ്മയെ വിട്ടിട്ട് അമ്മയെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകുന്നു. പിന്നെ എവിടേക്കാണ് പോകുന്നതെന്ന് ശരിക്കും അറിയായിരുന്നു ഈശോയ്ക്ക് അല്ലേ. അമ്മയ്ക്കും അറിയായിരുന്നു എവിടേക്കാണ് മകൻ പോകുന്നത്, അത് എത്തിച്ചേരുന്നത് കാൽവരിയിലാണെന്ന് അമ്മയ്ക്കും അറിയായിരുന്നു. അമ്മയ്ക്കും അത് ഈക്വലി ഡിഫിക്കൽട്ടായിരുന്നു. 2 പേർക്കും അത് ഈക്വലി ഡിഫിക്കൽട്ടായിരുന്നു. നമ്മൾ ആ ഒരു പ്രോസസ്സിൽ കൂടെ പോകണം. നമുക്ക് തിയോളജിക്കൽ ഡിഫറൻസസ് ഉണ്ടാകാം, പക്ഷെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇവരാരായിരുന്നു എന്നാണ്. അപ്പം ആ ഒരു അവർ കടന്നുപോയ വഴിത്താരകൾ, മനുഷ്യകുലത്തിന് വേണ്ടി അവർ എടുത്ത സഹനങ്ങൾ, വേദനകൾ, ആ കാൽവരിയിൽ വെച്ച് അനുഭവിച്ച തീവ്ര വേദന, അമ്മയുടെ ഹൃദയത്തിലൂടെ ഒരു വാള് കടന്നു പോകുന്ന ശിമയോൻ പ്രവചിച്ചു അല്ലേ. അപ്പോൾ ഈ 33 വർഷവും അമ്മ ആ വാളും പേറിയാണ് ജീവിച്ചത് അല്ലേ. അമ്മയ്ക്കറിയായിരുന്നു അമ്മ എല്ലാ ജ്ഞാനവും നിറഞ്ഞവളായിരുന്നു അല്ലേ. എല്ലാ ജ്ഞാനവും നിറഞ്ഞ ദേവാലയത്തിൽ വളർത്തപ്പെട്ടവളായതുകൊണ്ട് പ്രത്യേകമായിട്ടും പുസ്തകങ്ങൾ മുഴുവനും നന്നായിട്ട് അറിയാമായിരുന്നു. അപ്പോൾ യെശയ്യാ പറഞ്ഞ ദാനിയേലിൻ്റെ പ്രവചനത്തിലെ മിശിഹായെയും യെശയ്യാ പറഞ്ഞ സങ്കടങ്ങളുടെ മനുഷ്യനെയും ഒക്കെ അമ്മയ്ക്ക് നന്നായി അറിയാമായിരുന്നു. അപ്പോൾ ശിമയോൻ നിൻ്റെ ഹൃദയത്തിലൂടെ ഒരു വാള് കടന്നു പോകുമെന്ന് പറഞ്ഞപ്പോൾ ലിറ്ററലി ആ വാള് കടന്നുപോയി. 33 വർഷം കഴിഞ്ഞല്ല ആ വാള് കടന്നു പോകുന്നത്. ആ നിമിഷം തൊട്ട് ആ വാളിൻ്റെ വേദനയും പേറിയാണ് അമ്മ ജീവിച്ചത്. അമ്മ എന്നും ഓർക്കും അല്ലേ, ഇനി ഈ ഒരു ദിവസം കുറവേ ഉള്ളൂ എൻ്റെ ഈശോയോടൊപ്പം എന്ന് അമ്മയ്ക്ക് അറിയായിരുന്നു. ഓരോ ദിവസം കഴിയുമ്പോഴും അല്ലേ ആ വേദന താങ്ങി, ആ വേദന പേറിയാണ് അമ്മ 30 വർഷം, ആ 33 വർഷം വരെയും ജീവിച്ചത് അല്ലേ. അപ്പം 30-ാമത്തെ വയസ്സിൽ മകൻ പരസ്യ ജീവിതത്തിനായി ഇറങ്ങിപ്പോകുമ്പോൾ